നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഇനി തദ്ദേശ പോര. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഡിസംബർ 9, 11 തീയതികളിലായി 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ്. തൃശൂരിലെ പോളിംഗ് ഡിസംബർ 11-ന്, 13-ന് ഫലമറിയാം. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. രാഷ്ട്രീയ കേരളം ഉണർന്നു. സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ അതിവേഗം പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. മികച്ച സ്ഥാനാർത്ഥികളെ കളത്തിലാക്കി മുൻതൂക്കം നേടാൻ നീക്കങ്ങൾ. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച അരങ്ങുണരും. കലാവിസ്മയങ്ങൾ പെയ്തിറങ്ങുന്ന 4 ദിനരാത്രങ്ങൾക്കാണ് എരുമപ്പെട്ടി വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക. കലോത്സവ കാഴ്ചകൾ സിസിടിവി പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് വഴിയും തത്സമയം പ്രേക്ഷകരിലേക്ക്. പുതുരുത്തി പടിഞ്ഞാറക്കരയിൽ പറമ്പിൽ കെട്ടിയിരുന്ന ആനയിടഞ്ഞു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മയക്കുവെടിവെച്ച് ആനയെ തളച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന തടത്താവിള ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കടവല്ലൂർ അന്യോന്യത്തിന് നവംബർ 15-ന് തുടക്കമാകും. വേദപരീക്ഷയായ കടവല്ലൂർ അന്യോന്യം നവംബർ 15 മുതൽ 26 വരെയുള്ള തീയതികളിൽ. ഔപചാരിക ഉദ്ഘാടനം 16-ന് ഞായറാഴ്ച കേരള ഗവർണർ RV ആർലേക്കർ നിർവഹിക്കും. വാർത്തകൾ വിശദമായി. തീയതി കുറിച്ചു. ഇനി നാട്ടങ്കം. കേരളത്തിൽ ഇനി തദ്ദേശ പോര. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഡിസംബർ 9, 11 എന്നീ തീയതികളിൽ 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-നും 2ാംഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-നും നടക്കും. ഡിസംബർ 13-നായിരിക്കും വോട്ടെണ്ണൽ. നവംബർ 14-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും. നാമനിർദ്ദേശ പത്രിക നവംബർ 21 വരെ നൽകാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. 2ാം ഘട്ടത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് എന്നീ 7 ജില്ലകളിലും വോട്ടെടുപ്പ് നടക്കും. വോട്ടെടുപ്പ് വിജ്ഞാന തീയതി മുതൽ നാമനിർദ്ദേശ പത്രിക നൽകാം. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 18-ആണ്. സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 23,576 വാർഡുകളിലേക്കായിട്ടാണ് തിരഞ്ഞെടുപ്പ്. മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. സംസ്ഥാനത്ത് ആകെ 33,746 പോളിംഗ് സ്റ്റേഷനുകളായിരിക്കും ഉണ്ടാവുക. 1,37,922 ബാലറ്റ് യൂണിറ്റുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത്. 50,691 കൺട്രോൾ യൂണിറ്റുകളുമുണ്ടാകും. 1,249 റിട്ടേണിംഗ് ഓഫീസർമാരായിരിക്കും വോട്ടെടുപ്പിനായി ഉണ്ടാവുക. ആകെ 1.80 ലക്ഷം ഉദ്യോഗസ്ഥരെയായിരിക്കും വോട്ടെടുപ്പിനായി നിയോഗിക്കുക. സുരക്ഷയ്ക്കായി 70,000 പോലീസുകാരെയും നിയോഗിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ദുരുപയോഗം തടയാനുള്ള നടപടിയുണ്ടാകും. ആകെ 2.50 ലക്ഷം ഉദ്യോഗസ്ഥരായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നില്ലെങ്കിലും മട്ടന്നൂരിലും പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കും. 5 വർഷം പൂർത്തീകരിച്ച് പടിയിറങ്ങുമ്പോൾ തികഞ്ഞ ആത്മസംതൃപ്തിയെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സിസിടിവിയോട് പറഞ്ഞു. താലൂക്ക് ആശുപത്രി വികസനം ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞെന്നും ഹൈടെക് വിദ്യാലയങ്ങൾ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കിയെന്നും ഷീജ പ്രശാന്ത് പറഞ്ഞു. കുടിവെള്ളക്ഷാമം പരിഹരിച്ചു.
സ്ത്രീ ശാക്തീകരണത്തിലെ മുന്നേറ്റം, ലൈഫ് ഭവന പദ്ധതി പ്രകാരം നൽകിയ വീടുകൾ തുടങ്ങിയവയെല്ലാം ഭരണസമിതിയുടെ നേട്ടമാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. 3ാം തവണയാണ് CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ഷീജ പ്രശാന്ത് ചാവക്കാട് നഗരസഭയിൽ ജനപ്രതിനിധിയായിരുന്നത്. ആദ്യ തവണ കൌൺസിലറും 2ാം തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവയ്ക്ക് ശേഷം 3ാം ഊഴത്തിലാണ് നഗരസഭ അധ്യക്ഷയായത്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഈ 5 വർഷ കാലയളവിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചാവക്കാട് താലൂക്ക് ആശുപത്രി ഈ തീരദേശ മേഖലയിലെ ഒട്ടനവധി ആളുകൾക്ക് ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ OP ബ്ലോക്കും അതുപോലെ തന്നെ കാഷ്വാലിറ്റി ബ്ലോക്കും എല്ലാം നല്ല രീതിയിൽ സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഡയാലിസിസിന്റെ യൂണിറ്റ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. മിക്കവാറും എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗത്തിലും ഏറ്റവും നല്ല രീതിയിലുള്ള ചികിത്സാ സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകമായി ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം പുറമെ ചാവക്കാടിന്റെ കിഴക്കൻ പ്രദേശത്തും പടിഞ്ഞാറൻ പ്രദേശത്തുമായി ഓരോ ഹെൽത്ത് വെൽനസ് സെന്ററുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കാൻ ഈ കാലയളവിൽ സാധിച്ചു. 2 പതിറ്റാണ്ടോളമായി നഷ്ടപ്പെട്ട ചാവക്കാട് നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് കച്ചമുറുക്കുന്നു. ഇതിനായി ഇത്തവണ മുൻനിര നേതാക്കളെ തന്നെ മത്സരരംഗത്തിറക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് തുടങ്ങിയവർ സ്ഥാനാർത്ഥികളായേക്കുമെന്നാണ് ആദ്യ സൂചന. പാർട്ടിയിലെ അനൈക്യവും ഗ്രൂപ്പ് പോരുമാണ് വിജയത്തിന് തടസ്സം എന്ന തിരിച്ചറിവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുതിർന്ന നേതാക്കളുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. മേഖലയിലെ കോൺഗ്രസിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് പോര് നിലനിന്നിരുന്നു. ഇതേ തുടർന്ന് പാർട്ടി പരിപാടികൾ പോലും കാര്യമായ രീതിയിൽ നടത്താനായിരുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഐക്യമനസ്സോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. LDF ചൂണ്ടൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കേച്ചേരിയിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി CJ ജിജു മാസ്റ്റർ അധ്യക്ഷനായി. NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, കേരള കോൺഗ്രസ് M സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, LDF പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി MB പ്രവീൺ, CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PB അനൂപ്, KA സൈഫുദ്ദീൻ, TA ഫൈസൽ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച എരുമപ്പെട്ടിയിൽ തുടക്കമാകും. കലാവിസ്മയങ്ങൾ പെയ്തിറങ്ങുന്ന 4 ദിനരാത്രങ്ങൾക്കാണ് എരുമപ്പെട്ടി വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക. കലോത്സവം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് വഴിയും തത്സമയം സംപ്രേഷണം ചെയ്യും. 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് കലോത്സവം നടക്കുന്നത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ, നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പ്രസിഡൻസി കോളേജ്, ഹോപ്പ് പബ്ലിക് സ്കൂൾ, സ്കൈ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് വേദികൾ ഒരുക്കിയിട്ടുള്ളത്. വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടക സമിതി നടത്തിയിട്ടുള്ളത്. ഏകദേശം 8 വേദികളിലായിട്ട് പ്രധാന മത്സരങ്ങളും 19 വേദികളിലായിട്ട് ഓഫ് സ്റ്റേജ് മത്സരങ്ങളും നടത്തപ്പെടും. ഇതിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഫുഡിൻ്റെ ക്രമീകരണങ്ങളായിട്ടുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ്റെ സൗകര്യങ്ങളായിട്ടുണ്ട്, മെഡിക്കൽ ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട്. 309 ഇനങ്ങളിലായിട്ട് ഏകദേശം 7377 പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്ന ഈ മാമാങ്കത്തിന് നാളെ തുടക്കമാവുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് 12-ാം തീയതി 9 മണിക്കാണ്. ഇതിൻ്റെ സമാപനം നടക്കുന്നത് 14-ാം തീയതി 6 മണിക്കാണ്. 8 പ്രധാന വേദികളും ഉപവേദികളും ഉൾപ്പെടെ 15 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഓഫ് സ്റ്റേജ് മത്സരങ്ങളുള്ള ദിവസങ്ങളിൽ 19 വേദികളുണ്ടാകും. ഓഫ് സ്റ്റേജ് മത്സര ഇനങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ 19 വേദികൾ വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനുകൂടാതെ 8 പ്രധാന വേദികളിലായി മറ്റ് ഓൺ സ്റ്റേജ് മത്സരങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ പരിപാടി നടക്കുന്നുണ്ട്. പ്രധാന വേദിയായി എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെയിൻ വേദിയും അതുപോലെ തന്നെ 2 വേദികളും ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലും അതുപോലെ തന്നെ നിർമ്മല LPSലും മറ്റു വേദികളായി പ്രവർത്തിക്കുന്നു. പ്രസിഡൻസി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഹാളിലും അതുപോലെ തന്നെ സ്കൈ ഇൻ്റർനാഷണൽ സെൻറ്ററിലും
മറ്റു വേദികൾ പ്രവർത്തിക്കുന്നു. ഇത്രയും വേദികളിലായിട്ടാണ് ഈ 4 ദിവസത്തെ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. 11-ാം തീയതി ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് പ്രധാനമായും നടക്കുക. ഇതോടൊപ്പം 4-ാം വേദിയായ നിർമ്മല സ്കൂളിൽ നാടോടി നൃത്തം, ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദി 1-ൽ ലളിതഗാന മത്സരവും നടക്കും. 12-ാം തീയതി രാവിലെ 9:30 എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും. തുടർന്ന് സ്റ്റേജിന മത്സരങ്ങൾ ആരംഭിക്കും. 309 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷം ആരംഭിച്ച ഗോത്രകലകളിലും ഇത്തവണ മത്സരമുണ്ടാകും. 89 സ്കൂളുകളിൽ നിന്നായി 7377 വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. മത്സരാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 4 ദിവസത്തെ പ്രോഗ്രാം ആണെങ്കിലും ഞങ്ങളിവിടെ ഇതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഇപ്പോൾ PTA ആണെങ്കിലും SMC MPT ആണെങ്കിലും എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കോ അതല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കോ ജഡ്ജസിനോ ഒരു അസൗകര്യവും വരാത്ത തരത്തിലാണ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു മെഡിക്കൽ എയ്ഡിന് വേണ്ടി ഒരു റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെയും നഴ്സിൻ്റെയും ഒക്കെ സേവനം അവിടെ ലഭ്യമാണ്. അപ്പോൾ അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. PTA MPT SMC എല്ലാ അംഗങ്ങളും ഈ കലോത്സവത്തെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. എരുമപ്പെട്ടി ദുബായ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണശാല സജ്ജീകരിച്ചിട്ടുള്ളത്. ദിവസവും 5000 പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത്. താളനാദ വർണ്ണ വിസ്മയങ്ങൾ പെയ്തിറങ്ങുന്ന കൗമാരക്കലയുടെ പൂരത്തിന് നാളെ എരുമപ്പെട്ടിയിൽ തുടക്കമാകും. മത്സരാർത്ഥികളുടെ മികവുകൾ ഒട്ടും കുറയാതെ പ്രേക്ഷകരിലെത്തിക്കാൻ ടീം CCTVയും ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. പുതുരുത്തി പടിഞ്ഞാറക്കരയിൽ പറമ്പിൽ കെട്ടിയിരുന്ന ആനയടഞ്ഞു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് ആനയെ തളച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന തടത്താവിള ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. പുതുരുത്തി പടിഞ്ഞാറക്കരയിൽ നിന്നും മുണ്ടത്തിക്കോട് റോഡിലൂടെ ഓടിയ ആന പരിഭ്രാന്തി പരത്തി. തൃശൂരിൽ നിന്ന് എലിഫന്റ് സ്ക്വാഡും വെറ്റിനറി ഡോക്ടറും സ്ഥലത്തെത്തി. 11:30 വെറ്റിനറി ഡോക്ടർ ഗിരിദാസിന്റെ നേതൃത്വത്തിൽ ആനയെ മയക്കുവെടി വെച്ച് തളച്ചു. പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യത്തിന് നവംബർ 15 തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വേദപരീക്ഷയായ അന്യോന്യം നവംബർ 15 മുതൽ 26 വരെയുള്ള തീയതികളിൽ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിലാണ് നടക്കുക. പരമ്പരാഗതമായി ഋഗ്വേദ പഠനം നടത്തുന്ന തൃശൂർ ബ്രഹ്മസ്വം മഠവും തിരുനാവായ ബ്രഹ്മസ്വം മഠവും മാറ്റുരയ്ക്കുന്ന വേദപരീക്ഷയായ അന്യോന്യത്തിന്റെ ഉദ്ഘാടനം നവംബർ 16 കേരള ഗവർണർ RV ആർലേക്കർ നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP അജയൻ, KK സുരേഷ് ബാബു എന്നിവർ സംബന്ധിക്കും. 15-ാം തീയതി മുതൽ അന്യോന്യത്തിന്റെ ഭാഗമായുള്ള ദേശീയ സെമിനാറുകൾക്കും കലാപരിപാടികൾക്കും തുടക്കമാകും. കടവല്ലൂർ അന്യോന്യ പരിഷത്ത് ഏർപ്പെടുത്തിയ വാചസ്പതി വേദബന്ധു പുരസ്കാര സമർപ്പണം നവംബർ 22 നടക്കും. വാചസ്പതി പുരസ്കാരം ഡോക്ടർ KT മാധവനും വേദബന്ധു പുരസ്കാരം അഡ്വക്കേറ്റ് P. പരമേശ്വരനും സമ്മാനിക്കും. പുരസ്കാര സമർപ്പണ ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കേരള സാഹിത്യ അക്കാദമി മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ED ഡേവിസ് വാചസ്പതി അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും. നവംബർ 26 വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷനാകും. ചടങ്ങിൽ വേദജ്ഞരെ ആദരിക്കലും കരുവാട്ട് വാസുദേവൻ ഭട്ടതിരിപ്പാട് അവാർഡ് സമർപ്പണവും സമാപന ചടങ്ങിൽ നടക്കും. രാത്രി 9-ന് കോട്ടയ്ക്കൽ PSP നാട്യസംഘം അവതരിപ്പിക്കുന്ന ലവണാസുരവധം കഥകളി അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ അന്യോന്യ പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ മാസ്റ്റർ, സെക്രട്ടറി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, വൈസ് പ്രസിഡന്റ് KN രാമനുണ്ണി, കമ്മിറ്റി അംഗങ്ങളായ P. സതീഷ് കുമാർ, P. വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി മുരിങ്ങത്തേരി സെന്ററിന് സമീപം ബൈക്കിൽ നിന്നും വീണ് 2 പേർക്ക് പരിക്കേറ്റു. എടക്കഴിയൂർ സ്വദേശി ഷിനൂജ്, കോട്ടപ്പടി സ്വദേശി വൈശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോൾസൺ താം മരത്തംകോടിന്റെ പുതിയ പുസ്തകമായ ഹരിതഗ്രാമം പ്രകാശനം ചെയ്തു. നിരവധി ലേഖനങ്ങളും 40ഓളം പുസ്തകങ്ങളും രചിച്ചിട്ടുള്ള പോൾസന്റെ പുസ്തകങ്ങൾ അധികവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവയാണ്. തിങ്കളാഴ്ച രാവിലെ കടങ്ങോട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് മീന സാജൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP ലോറൻസ്, പഞ്ചായത്ത് സെക്രട്ടറി മായാദേവി, കൃഷി ഓഫീസർ EV അനഘ, വാർഡ് മെമ്പർമാർ എന്നിവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു.
അങ്കമാലി വരാപ്പുഴ അതിരൂപതയിൽ അഗ്രികൾച്ചർ കൺസൾട്ടന്റായി ജോലി ചെയ്തിരുന്ന പോൾസൺ താം നിലവിൽ കടങ്ങോട് കൈക്കുളങ്ങര രാമവാര്യർ സ്മാരക ഗ്രന്ഥശാല ലൈബ്രറിയനായി പ്രവർത്തിക്കുകയാണ്. ശരീര സൗന്ദര്യ പ്രദർശനത്തിലൂടെ സമൂഹമാധ്യമങ്ങൾ വഴി രാജ്യമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ചിരിക്കുകയാണ് കണ്ടാണിശ്ശേരി നമ്പഴിക്കാട് സ്വദേശി റിജു റസാഖ്. ശരീര സൗന്ദര്യവും സംഗീതവും സമന്വയിപ്പിച്ചുള്ള റിജുവിന്റെ പ്രകടനം സോണി ലൈവ് ചാനലിലൂടെ കണ്ടത് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ. ഇതിന് ഒരു പ്രചോദനമായിട്ടുള്ളത് എങ്ങനെയായിരുന്നു? അതെ, ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മലയാളികൾക്ക് ഒരു പരിചിതമായ ഒരു ആളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, മിസ്റ്റർ പോനിക്കര, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷനകത്ത് മ്യൂസിക് വെച്ചിട്ട് പോസിങ് ചെയ്യുന്ന പരിപാടി ഉണ്ട്. പക്ഷെ നമ്മള് ഇത് കുറച്ചും കൂടിയും ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിന്റെ ബീറ്റ്, റിതം, ഇതൊക്കെ തന്നെയാണ് അതിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കല്യാണരാമൻ എന്ന ദിലീപ് ചിത്രത്തിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച കഥാപാത്രമായ മിസ്റ്റർ പോഞ്ഞിക്കര കല്യാണ വീട്ടിൽ നടത്തുന്ന മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് മുഴുവൻ മലയാളികളെയും ചിരിപ്പിച്ച സീനാണ്. ഈ സിനിമയും പോഞ്ഞിക്കരയുടെ പ്രകടനവും കണ്ട് ചിരിച്ചവരുടെ കൂട്ടത്തിൽ റിജുവുമുണ്ടായിരുന്നു. എന്നാൽ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് തന്നെ പ്രശസ്തനാക്കുമെന്ന സ്വപ്നത്തിൽ പോലും ഈ യുവാവ് വിചാരിച്ചിട്ടില്ല. നാട്ടിൽ ചില്ലറ ഡാൻസ് പരിപാടിയായി മുന്നോട്ടു പോകുന്നതിനിടെ 2 വർഷം മുൻപാണ് റിജു വിദേശത്തേക്ക് ജോലിക്കായി പോകുന്നത്. റാസൽ ഖൈമയിലെ സ്വകാര്യ കമ്പനിയിൽ എയർലൈൻ സെയിൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ആരോഗ്യ സംരക്ഷണത്തിനായി ജിമ്മിൽ പോകുന്നതിനും തുടക്കമിട്ടു. റിജുവിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെട്ടത്? ആക്ച്വലി ഞാൻ ഇവിടെ അല്ല, റാസൽ ഖൈമ അറിയില്ലേ, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജിമ്മിന് പോകാറുണ്ടായിരുന്നു ഡെയിലി. ഇപ്പോൾ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് ഇതുപോലെ ഡാൻസ് പ്രോഗ്രാമെല്ലാം ചെയ്തിരുന്നു നാട്ടിലുള്ള ടൈമിൽ. അപ്പം അതിന് ശേഷമാണ് ഇപ്പോൾ ജിമ്മിന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഡാൻസും അതുപോലെ തന്നെ ഈ ജിമ്മും കൂടി കൊളാബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു സാധനം ചെയ്യാനുള്ള ഒരു മൈൻഡ് വന്നു. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, സ്റ്റാർട്ട് ചെയ്തത്. ശരീരത്തിൽ മസിലുകൾ രൂപപ്പെട്ട ഘട്ടത്തിലാണ് കണ്ണാടിക്ക് മുന്നിൽ ചെറിയ നൃത്ത ചുവടുകളോടെ മസിൽ പെരുപ്പിച്ചുള്ള അഭ്യാസം തുടങ്ങിയത്. പിന്നീട് ഇത് തുടരുകയും മൊബൈലിൽ പകർത്തുകയും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയും പതിവായി. വിദേശത്തെ ജോലിക്കിടയിലുള്ള ഒഴിവു സമയങ്ങളിൽ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ വൈറലായതോടെ സോണി ലൈവ് ചാനൽ അധികൃതർ റിജു നമ്പഴിക്കാട് നമ്പുഴ ക്ഷേത്രത്തിനടുത്ത് പോക്കാക്കില്ലത്ത് വീട്ടിൽ പരേതനായ റസാഖ് താഹിറ ദമ്പതികളുടെ മകനാണ് റിജു റസാഖ്. റഹീഷ്, റിസ്നി എന്നിവർ സഹോദരങ്ങളാണ്. കടവല്ലൂർ പഞ്ചായത്ത് 4-ാം വാർഡ് വട്ടമാവ് ഉന്നതിയിൽ നിർമ്മിച്ച യോഗ പരിശീലന ഹാളിന്റെയും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിനോട് ചേർന്ന് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 7,10,000 രൂപ ചെലവിട്ടാണ് യോഗ ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഉന്നതിയിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഹാളിന് ചുറ്റും കട്ടവിരിച്ച് മനോഹരമാക്കുന്നതിന് 12 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് CA ഫൗസിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ മുഖ്യ അതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ TS മണികണ്ഠൻ, യോഗ പരിശീലക പ്രിയ, പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ, നിർമ്മല, അനിത എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ ഓഫീസിന് സ്വന്തമായി ഒരു കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS അബ്ദുൾ റഷീദ്, ബുഷ ലത്തീഫ്, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, ഷാഹിന സലീം, പ്രസന്ന രണദിവെ, കൌൺസിലർമാരായ MR രാധാകൃഷ്ണൻ, KP രഞ്ജിത് കുമാർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക് സ്വാഗതവും സെക്രട്ടറി MS ആകാശ് നന്ദിയും പറഞ്ഞു. NK അക്ബർ MLAയുടെ നിരന്തര ശ്രമഫലമായി സംസ്ഥാന സർക്കാരിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ അനുവദിച്ച 5.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്.
ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് എതിർവശത്തായി കോൺഫറൻസ് ഹാൾ, കൌൺസിൽ ഹാൾ, കഫ്റ്റീരിയ തുടങ്ങിയ ആധുനിക സൌകര്യങ്ങളോടെ ഓഫീസ് സമുച്ചയം മാത്രമായി പ്രവർത്തിക്കുന്ന രീതിയിലാണ് കെട്ടിടം വിഭാവനം ചെയ്തിട്ടുള്ളത്. നെല്ലുവായി തിച്ചൂർ ഇട്ടോണം റോഡ് പുനരുദ്ധാരണ പദ്ധതിയിലെ അവസാനഘട്ട BMBC ടാറിംഗ് പ്രവൃത്തികൾ വിലയിരുത്താൻ AC മൊയ്തീൻ MLA പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം സ്ഥല സന്ദർശനം നടത്തി. 2023-24 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 3 കിലോമീറ്റർ ദൂരത്തിൽ BMBC നിലവാരത്തിൽ ടാറിംഗും 950 മീറ്ററോളം ഡ്രെയിനും 2 കൾവേർട്ടുകളും നിലവിലെ ഒരു കൾവേർട്ടിന്റെ എക്സ്റ്റൻഷനുമാണ് പദ്ധതിയിലെ പ്രധാന പ്രവൃത്തികൾ. വടക്കാഞ്ചേരി PWD നിരത്ത് വിഭാഗം AE K അരുൺ, ഓവർസിയർ VB സ്മിത, പൊതുപ്രവർത്തകരായ PC അബാൽമണി, PB ബിബിൻ, OS മനോജ് പണിക്കർ, NM മിഥുൻ എന്നിവരും കൂടെയുണ്ടായിരുന്നു. പന്നിത്തടം സെന്ററിൽ സിഗ്നൽ സ്ഥാപിച്ചിട്ടും അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സിഗ്നൽ ലൈറ്റുകൾ 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കണമെന്നും സിഗ്നലിന്റെ സമയക്രമം ക്രമീകരിക്കണമെന്നും കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഉദ്ഘാടനവും പന്നിത്തടം സെന്ററിലെ സിഗ്നൽ സംവിധാനത്തിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ മാസമാണ് നടന്നത്. ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയും സംഗമിക്കുന്ന പന്നിത്തടത്ത് ബൈപ്പാസ് തുറന്നു നൽകിയതു മുതൽ നിരവധി അപകടങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. സിഗ്നൽ ലൈറ്റുകളും സ്പീഡ് ബ്രേക്കറുകളും ഇല്ലാത്തത് ആദ്യകാലങ്ങളിൽ അപകടങ്ങൾക്ക് കാരണമായിരുന്നു. ഇതിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. തുടർന്ന് സെന്ററിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ നിലവിൽ രാവിലെ 7 മണി മുതൽ അർദ്ധരാത്രി 12 വരെയാണ് സിഗ്നൽ പ്രവർത്തിക്കുന്നത്. പുലർച്ചെ സമയത്ത് വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇതൊഴിവാക്കാൻ 24 മണിക്കൂറും സിഗ്നൽ പ്രവർത്തിപ്പിക്കുകയും 4 ഭാഗത്തും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നും കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷറഫു പന്നിത്തടം പറഞ്ഞു. രാവിലെ 7 മണിക്കുള്ളിൽ നിരവധി അപകടങ്ങളാണ് ഇപ്പോഴും നടന്നു വരുന്നത്. ഒരുപാട് വാഹന അപകടങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ഇത് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ്. സിഗ്നൽ അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അത് ഓഫാക്കിയിട്ടിട്ട് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ അങ്ങേറ്റം ഇവിടുത്തെ റോഡിന്റെ ഗതി മനസ്സിലാവാതെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽ പെടുന്നുണ്ട്. സ്വത്തിനും ജീവനും വലിയ അപകടമുണ്ട്. സിഗ്നലിന്റെ സമയക്രമങ്ങളിലെ തകരാർ മൂലം ബൈപ്പാസ് റോഡിൽ ഇരുഭാഗങ്ങളിലും കിലോമീറ്ററോളം വാഹനങ്ങളുടെ നിര നീളുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇത് സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ പൊതുജനങ്ങൾക്കും രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾക്കും ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമുണ്ട്. ഈ വിവരം ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നും സമയോചിതമായി തീരുമാനമെടുക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായും മണ്ഡലം പ്രസിഡന്റ് അറിയിച്ചു. റോഡിലുള്ള സിഗ്നലിന്റെ സമയപരിധി കുറച്ചുകൂടി കൂട്ടി വാഹനങ്ങൾ കൂടുതൽ വരുന്നതാണ്. അപ്പൊ അവിടെ കുറച്ചും കൂടി സമയം കൂട്ടി തരാമെന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതെന്തായാലും നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞു. ഇതിന്റെ 4 വശത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അവര് കരുതുന്നത് ഇവിടെ ഇതാണ് പ്രധാനപ്പെട്ട റോഡ്, ഇതാണ് പ്രധാനപ്പെട്ട ഹൈവേ എന്ന് കരുതിയിട്ടാണ്, മെയിൻ റോഡ് ഇതാണെന്ന് കരുതിയിട്ടാണ് അത്രയും സ്പീഡിൽ വാഹനങ്ങൾ വരുന്നത്. അതുകൊണ്ട് അപകടങ്ങൾ നിരന്തരം അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആവശ്യങ്ങളിൽ സമയബന്ധിതമായി നടപടി ഉണ്ടാകാത്ത പക്ഷം നിയമ നടപടികളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും കടക്കുമെന്നും കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത്, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിമാരായ PU പ്രകാശൻ, വിഷ്ണു ചിറമനങ്ങാട് എന്നിവരും പങ്കെടുത്തു. കിടപ്പാടം ജപ്തി ചെയ്യുന്നത് നിർത്തിവെക്കുക, LDF സർക്കാർ വാക്ക് പാലിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള അസംഘടിത വിമോചന പ്രസ്ഥാനം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് മുതുവട്ടൂർ സഹകരണ ഭവൻ ARL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. TK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഷമീറ പഞ്ചവടി അധ്യക്ഷത വഹിച്ചു. PK ബഷീർ, ജയപ്രകാശ് ഒളരി, ശൈലജ ബാലൻ, PS ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി PB ഷഹ്മയ്ക്ക് A ഗ്രേഡ്. ഗണിതശാസ്ത്രോത്സവം ഹയർ സെക്കൻഡറി വിഭാഗം സിംഗിൾ പ്രൊജക്ട് മത്സരത്തിലാണ് A ഗ്രേഡ് നേട്ടം. തിരുവത്ര, പുതിയറ, പുതുപാറയ്ക്കൽ ബാദുഷ ഷാഹിറ ദമ്പതികളുടെ മകളാണ്. കുരുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ 102ാം തിരുനാളിന്റെ സ്വാഗത സംഘം കമ്മിറ്റി ഓഫീസ് തുറന്നു. രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജേസൺ മാറോക്കി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
തിരുനാൾ ജനറൽ കൺവീനർ ഷാജൻ മാറോക്കി, ജോയിന്റ് കൺവീനർമാരായ KV തോമസ്, ടെസി സൈമൺ, കൈക്കാരന്മാരായ അൽഫോൺസ് മുട്ടത്ത്, ജോഷി വർഗീസ്, KV ജോയ്, MK റിജി തുടങ്ങിയവർ സംസാരിച്ചു. 15 സബ് കമ്മിറ്റികളിലായി 100 അംഗ സംഘമാണ് തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകുക. 2026 ജനുവരി 24, 25, 26, 27 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. കടപ്പുറം പഞ്ചായത്ത് 27 നമ്പർ അംഗൻവാടിക്കായി പൊതുജനങ്ങളിൽ നിന്നും പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടും ഉപയോഗിച്ചും വാങ്ങിയ സ്ഥലത്തിന്റെ ആധാരം ഭരണസമിതിക്ക് കൈമാറി. സ്ഥലമുടമ കാരക്കാട് റസിയ പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്തിന് ആധാരം നൽകി. കടപ്പുറം പഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് അധ്യക്ഷത വഹിച്ചു. ALMSC കൺവീനർ ഗിരിജ ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 1 സെന്റിന് 1 ലക്ഷം രൂപ കണക്കാക്കി 3 സെന്റ് ഭൂമിയാണ് കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അങ്കണവാടിക്ക് വേണ്ടി വാങ്ങിയത്. പൊതുജനങ്ങളിൽ നിന്ന് 1,30,000 രൂപ ALMSC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വരൂപിക്കുകയും ജനകീയാസൂത്രണം 2023-24 പ്ലാൻ ഫണ്ടിൽ നിന്ന് 1,63,000 രൂപ വകയിരുത്തിയുമാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഭൂമി വാങ്ങിയത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മുക്കൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി എന്നിവർ സംസാരിച്ചു. 3ാം വാർഡ് മെമ്പർ ഷീജ രാധാകൃഷ്ണൻ സ്വാഗതവും അങ്കണവാടി ടീച്ചർ ജ്യോതിലക്ഷ്മി തറമ്മൽ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ പാലുവായ് സെന്റ് ആന്റണീസ് CUP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ടർഫിന്റെയും പാർക്കിന്റെയും ഉദ്ഘാടനം സിസ്റ്റർ സാലി പോൾ നിർവഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AM ഷഫീർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ താരം K നവാസ് മുഖ്യാതിഥിയായി. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും ജേതാക്കളായവർക്ക് വിദ്യാഭ്യാസ ഓഫീസർ VB സിന്ധു ട്രോഫികൾ സമ്മാനിച്ചു. വാർഡ് കൌൺസിലർ അജിത ദിനേശൻ, പ്രധാന അധ്യാപിക ഡോക്ടർ സിസ്റ്റർ നോയൽ, PTA പ്രസിഡന്റ് KG പ്രദീപ്, സിനി ലിയോ, സിസ്റ്റർ ഷൈനി മരിയ, EK സഫീന, മേരി സിമി എന്നിവർ സംസാരിച്ചു. അന്നം തരുന്ന ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായെത്തും. ഈ കാഴ്ച സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിലാണ് മണത്തല മുല്ലത്തറ വോൾഗ സ്വദേശി പള്ളിത്തറയിൽ ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തുന്നത്. 10 മാസത്തോളമായി മുടങ്ങാതെ ഹൈസനാർ രാവിലെ 7 മണിയോടെ കാക്കകൾക്ക് ഭക്ഷണം നൽകുവാനായി പഞ്ചവടി ബീച്ചിലെത്തും. കാക്കകൾ കൂട്ടമായി എത്തുന്നതോടെ ഹസൈനാർ തന്റെ കയ്യിൽ കരുതിയ ഭക്ഷണപ്പൊതി അഴിച്ച് ബിസ്ക്കറ്റ്, പൊറോട്ട എന്നിവ കാക്കകൾക്ക് നൽകും. 100-ലധികം കാക്കകൾ എന്നും അന്നം പ്രതീക്ഷിച്ച് ഇവിടെ എത്താറുണ്ട്. തനിക്ക് ആരോഗ്യമുള്ള കാലം വരെ അന്നം നൽകൽ തുടരുമെന്നും മനുഷ്യരെപ്പോലെ തന്നെ മറ്റു ജീവികളോടും കരുണ കാണിക്കൽ നമ്മുടെ കടമയാണെന്നും ഹസൈനാർ പറയുന്നു. 10 മാസത്തോളമായി ഞാൻ ഈ ലോട്ടറി ഫീൽഡിൽ ഇറങ്ങിയിട്ട്. അങ്ങനെ ഈ പഞ്ചവടി പടിഞ്ഞാറ് ഭാഗത്ത് വരുമ്പോൾ ഇവിടെ പലരും ബലിയിടുന്നൊരു സ്ഥലവും കൂടിയാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇങ്ങനെ ഈ ചായ കുടിക്കുന്ന നേരത്ത് ഈ കാക്കകളൊക്കെ നമ്മളെടുത്ത് വന്നിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ കൊടുത്ത് ശീലമായപ്പോൾ അവർ ഡെയിലി വരും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു നിശ്ചിത വരുമാനത്തിൻ്റെ ഒരു തുക മാറ്റി വെച്ചിട്ട് അവർക്ക് കുറച്ച് പൊറോട്ടയും ബിസ്ക്കറ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ വരുന്ന കാലം വരെ കൊടുക്കും. എത്ര കാലം കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കും പറയാൻ കഴിയില്ല. 69 വയസ്സായി. എന്തായാലും ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞാൻ ഇവരായിട്ട് അത്രയേറെ ബന്ധം ആയിക്കഴിഞ്ഞു. ലോട്ടറി വിൽപ്പനക്കാരനായ ഹസൈനാർ തന്റെ തുച്ഛ വരുമാനത്തിൽ നിന്നാണ് മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം നൽകുന്നത്. ഈ കാരുണ്യ പ്രവർത്തനം കണ്ട ചിലർ വീഡിയോ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നുവരുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി ഇടവകയിൽ നിന്ന് വിവാഹിതരായി പോയ പെൺകുട്ടികളുടെ സംഗമം നടന്നു. ഇടവക ദേവാലയത്തിൽ ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ, ഫാദർ ആനന്ദ് അബൂക്കൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷമാണ് സംഗമം നടന്നത്. ഇടവക വികാരി ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ അധ്യക്ഷനായിരുന്നു. ഫാദർ വർഗീസ് പാലത്തിങ്കൽ മുഖ്യപ്രഭാഷണവും ഫാദർ ആനന്ദ് അബൂക്കൻ ആശംസാ പ്രസംഗവും നടത്തി. കൺവീനർ പോൾ, ജനറൽ കൺവീനർ TC ജോർജ് എന്നിവർ നേതൃത്വം നൽകി. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കോട്ടോൾ റേഞ്ച് മദ്രസ കലോത്സവം സംഘടിപ്പിച്ചു. കിഴൂരിലെ മദ്രസയിൽ നടന്ന കലോത്സവത്തിന് സ്വാഗത സംഘം ചെയർമാൻ SK ഖാലിദ് പതാക ഉയർത്തിയതോടെ തുടക്കമായി. തുടർന്ന് രജിസ്ട്രേഷന് ശേഷം 30 ഇനങ്ങളിലായി 4 സ്റ്റേജുകളിലായി നടന്ന കലോത്സവത്തിൽ 100ഓളം പ്രതിഭകൾ മാറ്റുരച്ചു.
ഒറ്റപ്പിലാവ് നൂറുസലാം മദ്രസ ഓവറോൾ ചാമ്പ്യന്മാരായി. പട്ടിത്തടം മുഹിയുദ്ദീൻ മദ്രസ 2ാം സ്ഥാനവും ആതിഥേയരായ കിഴൂർ ബദ്രിയ മദ്രസ 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനത്തിൽ സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് അബൂബക്കർ സദി അധ്യക്ഷനായി. പരീക്ഷാ ബോർഡ് ചെയർമാൻ അലി അഷ്റഫി ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് SK ഖാലിദ് സമ്മാന വിതരണം നടത്തി. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെക്രട്ടറി അബ്ദുൽ ഖാദിർ സഖാഫി, പ്രോഗ്രാം കോർഡിനേറ്റർ നൂറുദ്ദീൻ സഖാഫി എന്നിവർ സംസാരിച്ചു. സുന്നി യുവജന സംഘം കുന്നംകുളം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്നേഹലോകം പ്രഭാഷണ പരമ്പരയ്ക്ക് സമാപനമായി. കേച്ചേരിയിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 10 മണിവരെ 6 സെഷനുകളിലായി 9 അവതാരകർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ജമാൽ ഹാജി പതാക ഉയർത്തിയതോടെയാണ് സ്നേഹലോകത്തിന് തുടക്കമായത്. അബ്ദുൾ സലാം സഖാഫിയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച സ്നേഹലോകം ജില്ലാ മുശാഫറ അംഗം ഉമർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, SMA, SJM സംഘടനകളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത 250ലേറെ പേർ സ്നേഹലോകത്തിൽ പങ്കാളികളായി. SYS ജില്ലാ പ്രസിഡന്റ് ബഷീർ അഷ്റഫി, SYS സംസ്ഥാന സെക്രട്ടറി ജാഫർ ചേലക്കര, ഷാനിഫ് കേച്ചേരി, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി KA ജമാലുദ്ദീൻ ഹാജി, റസാഖ് ഹാജി തലക്കൂട്ടുകര, അബ്ദുൾ ഖാദർ മുസ്ലിയാർ, ഷാനിഫ്, ഇർഷാദ് ഒറ്റപ്പിലാവ് തുടങ്ങിയവർ പങ്കെടുത്തു. നബിസ്നേഹത്തിന്റെ മധുരം എന്ന വിഷയത്തിൽ സിറാജുദ്ദീൻ സഖാഫി, മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ മുസ്തഫ P. എറക്കൽ, റിസാലത്ത് വിഷയത്തിൽ അബ്ദുൾ ഭാരി സിദ്ദിഖി കടുങ്ങാപുരം, ഉസത്തുൽ ഹസന എന്ന വിഷയത്തിൽ അനസ്, അമാനി പുഷ്പഗിരി, തിരുനബിയുടെ കർമ്മഭൂമിക എന്ന വിഷയത്തിൽ മജീദ് അരിയല്ലൂർ എന്നിവർ വിഷയാവതരണം നടത്തി. പൂർണ്ണതയുടെ മനുഷ്യകാവ്യം സെമിനാറിൽ ഇലിയാസ് സഖാഫി കുമ്മണ്ണ, ശ്രീചിത്രൻ, ജുനൈദ് വരന്തരപ്പിള്ളിയും സംബന്ധിച്ചു. വൈകിട്ട് 7 മണിക്ക് നടന്ന സമാപന സമ്മേളനത്തിൽ കുന്നംകുളം സോൺ SYS പ്രസിഡന്റ് സയ്യിദ് തഖിയുദ്ദീൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. SYS ജില്ലാ പ്രസിഡന്റ് ബഷീർ അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. നൌഫൽ സഖാഫി സ്നേഹപ്രഭാഷണം നടത്തി. സലാം സഖാഫി, റാഫി പട്ടിത്തടം, ഷാഫി സഖാഫി, ഷമീർ ചിറമനേങ്ങാട്, അഷ്റഫി സഖാഫി, ജനറൽ സെക്രട്ടറി നൌഷാദ് അസ്ലം സഖാഫി, ജിംഷാദ് ഫാളിലി എന്നിവർ സംസാരിച്ചു. SIR-ന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോറം പൂരിപ്പിക്കുന്നതിനും മറ്റുമായി ചെമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഏർപ്പെടുത്തി. ഫോറം പൂരിപ്പിച്ച് മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി ഷഫീഖ് വലിയ വളപ്പിൽ, മഹല്ല് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ റസാഖ് പിഴുന്തറയിൽ, ട്രഷറർ കുഞ്ഞുമുഹമ്മദ് കോട്ടത്തയിൽ, ജോയിന്റ് സെക്രട്ടറി തറയിൽ അലി, മെമ്പർമാരായ അഷ്കർ അറക്കൽ, അബ്ദുൾ റസാഖ് പാവൂരയിൽ, ഷഹറത്ത് രായ്മരക്കാർ വീട്ടിൽ, ചമ്മന്നൂർ ലൈബ്രറി ഭാരവാഹി ബിനീഷ് ബാലൻ എന്നിവർ നേതൃത്വം നൽകി. 8, 9, 10 വാർഡുകളിലെ നിരവധി പേർ മഹലിന്റെ ഹെൽപ്പ് ഡെസ്ക് പ്രയോജനപ്പെടുത്തി. ഇന്ദിരാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ KK ഖാദർ 2ാം ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. അനുസ്മരണ പൊതുയോഗം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ മരക്കാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുനേറു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK ഷുക്കൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC സെക്രട്ടറി AM അലാവുദ്ദീൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുബൈദ പാലക്കൽ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K കമറുദ്ദീൻ, അഡ്വക്കേറ്റ് KK ഷിബു, നിസാം ആലുങ്ങൽ, ഇൻകാസ് പ്രതിനിധി ലിയാഖത്ത് അലി ഖാൻ, മൊയ്തീൻ ഷാ പള്ളത്ത്, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി നസീർ, സൈദലവി പടിഞ്ഞാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് ശ്രീ മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്കിന്റെ നോട്ടീസ് പ്രകാശനം മങ്ങാട് മുരളീധരൻ നമ്പീശൻ നിർവഹിച്ചു. അയ്യപ്പ സേവാ സംഘത്തിന്റെ ഭാരവാഹികളായ സുരേഷ് പടിഞ്ഞാക്കര, സുബ്രഹ്മണ്യൻ പടിഞ്ഞാക്കര, മനോജ്, സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. പാലക്കാട് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇന്റർനെറ്റ് ഓഫ് തിങ്സിൽ ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി RR മുഹമ്മദ് ഷെബീബ് A ഗ്രേഡ് കരസ്ഥമാക്കി. സ്മാർട്ട് ട്രോളി എന്ന ആശയമാണ് ഷെബീബിനെ ഗ്രേഡിന് അർഹനാക്കിയത്. പാലക്കാട് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം നൂതന ആശയ സാങ്കേതിക വിദ്യാ വിഭാഗത്തിൽ ചാവക്കാട് MRRM സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി KV അദ്വൈത് A ഗ്രേഡ് നേടി. ബ്ലൈൻഡ് സേഫ്റ്റി, ഓട്ടോമാറ്റിക് വിൻഡോ, ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് ഫ്രം റോഡ് ഹബ്സ് എന്നീ ആശയങ്ങൾക്കാണ് A ഗ്രേഡ് ലഭിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,295 രൂപ, പവന് 90,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
വെള്ളി ഗ്രാമിന് 160 രൂപ. ചരമം കാട്ടകാമ്പാൽ വെളിയത്ത് ചന്ദ്രൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കാട്ടകാമ്പാൽ മേഖല NTUC തൊഴിലാളിയായിരുന്നു. സംസ്കാരം ആയനൂർ ശ്മശാനത്തിൽ നടത്തി. സുലോചനയാണ് ഭാര്യ, രജീഷ് മകനാണ്. കപ്പൂർ പള്ളങ്ങാട്ടുചിറ നടുശ്ശേരി പട്ടാണിപ്പറമ്പിൽ ഗോപാലൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശ്മശാനത്ത് നടത്തി. ബിനീഷ്, വിനീത, ബിന്ദു എന്നിവർ മക്കളാണ്. ദേശമംഗലം തലശ്ശേരി പരേതനായ രാമൻകുട്ടി ഭാര്യ കൗസല്യ നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ഗോപിനാഥൻ, സത്യനാഥൻ, സാവിത്രി എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിലിനി തദ്ദേശപ്പോര്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഡിസംബർ 9, 11 തീയതികളിലായി 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ്. തൃശൂരിലെ പോളിംഗ് ഡിസംബർ 11-ന്, 13-ന് ഫലമറിയാം. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. രാഷ്ട്രീയ കേരളം ഉണർന്നു. സീറ്റ് വിഭജനം പൂർത്തിയാക്കി. സ്ഥാനാർത്ഥികളെ അതിവേഗം പ്രഖ്യാപിക്കാനുള്ള ഒരുക്കങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ. മികച്ച സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി മുൻതൂക്കം നേടാൻ നീക്കങ്ങൾ. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച അരങ്ങുണരും. കലാവിസ്മയങ്ങൾ പെയ്തിറങ്ങുന്ന 4 ദിനരാത്രങ്ങൾക്കാണ് എരുമപ്പെട്ടി വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക. കലോത്സവ കാഴ്ചകൾ CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് വഴിയും തത്സമയം പ്രേക്ഷകരിലേക്ക്. പുതുരുത്തി പടിഞ്ഞാറക്കരയിൽ പറമ്പിൽ കെട്ടിയിരുന്ന ആനയിടഞ്ഞു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് ആനയെ തളച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന തടത്താവിള ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കടവല്ലൂർ അന്യോന്യത്തിന് നവംബർ 15-ന് തുടക്കമാകും. വേദപരീക്ഷയായ കടവല്ലൂർ അന്യോന്യം നവംബർ 15 മുതൽ 26 വരെയുള്ള തീയതികളിൽ. ഔപചാരിക ഉദ്ഘാടനം 16-ന് ഞായറാഴ്ച കേരള ഗവർണർ RV ആർലേക്കർ നിർവഹിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.